മിഷൻ 110 മുഖ്യമന്ത്രിയും മന്ത്രിമാരും മുന്നോട്ട് പോകുമ്പോൾ വികസനമല്ല വർഗീയത പറയാനാണ് സിപിഎമ്മിന്റെ സമുന്നത നേതാവും മുൻ നിയമമന്ത്രിയുമായ AK ബാലന്റെ നിലപാട്. തിരഞ്ഞെടുപ്പുകൾ പലത് കേരളം കണ്ടിട്ടുണ്ട്. ഒരു മുന്നണിയും ഒരു കാലത്തും രാഷ്ട്രീയ നേട്ടത്തിന് മാറാട് ഉപയോഗിക്കാറില്ല. മാറാട് കേരളം മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരേടാണ്. മറ്റൊരു മാറാട് നടക്കുമെന്ന AK ബാലന്റെ വാക്ക് അതുകൊണ്ടാണ് അത്രമേൽ തെറ്റാകുന്നത്. അപ്പൊ ഏതെങ്കിലും രൂപത്തിൽ UDF ആണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ കേരളം ഭരിക്കുക, ഞാൻ പറഞ്ഞല്ലോ, ജമാഅത്തായിരിക്കും അഭ്യന്തര കൈകാര്യം ചെയ്യുക. അവരാണ് അധികാരത്തിൽ വരുന്നത്. അപ്പൊ ഒരു മാറാടും രണ്ടാം മാറാടും ഒന്നല്ല ഉണ്ടാവും. അതിന് പറ്റിയ സമീപനമാണ് ലീഗ് സ്വീകരിക്കുന്നത്. അതിന് പറ്റിയ സമീപനമാണ് RSS സ്വീകരിക്കുന്നത്. അതുകൊണ്ട് ഒരു രൂപത്തിലും വർഗീയ കലാപത്തിലേക്ക് കേരളത്തെ കൊണ്ടുപോകുന്നതിന് ഇടതുപക്ഷമോ CPIM അവസരമുണ്ടാക്കില്ല. ശക്തമായുള്ള നിലപാട് ഞങ്ങൾ സ്വീകരിക്കും. ചെറിയ പൊല്ലാപ്പല്ല എന്തായാലും AK ബാലൻ പാർട്ടിക്കുണ്ടാക്കിയത്. മതന്യൂനപക്ഷങ്ങളെ തൊട്ട് കളിക്കാറില്ല CPM പൊതുവെ. AK ബാലന്റെ വാക്കുകൾ BJPയുടെ ഭൂരിപക്ഷ പ്രീണനത്തോടാണ് തുലനം ചെയ്യപ്പെടുന്നത്. അതിന് മറുപടി പറയേണ്ടത് പാർട്ടിയാണ്. പാർട്ടിക്ക് പറയാനുള്ളത് പാർട്ടി പറയുമെന്നാണ് പാർട്ടി സെക്രട്ടറി ഇന്ന് പറഞ്ഞത്. നിലപാട് പാർട്ടി പറയും. നിലപാട് പാർട്ടി പറയും. സാധാരണ മണിക്കൂറുകൾ താത്വിക അവലോകനം നടത്തുന്ന പാർട്ടി സെക്രട്ടറിയാണ് ഇന്നൊരൊറ്റ വാക്കിൽ പറഞ്ഞൊപ്പിച്ചത്. പാർട്ടി സെക്രട്ടറി പറഞ്ഞൊപ്പിച്ചെങ്കിൽ പിണറായി വിജയൻ പറഞ്ഞ ബാലൻസ് ചെയ്തിട്ടുണ്ട്. അതായത് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇന്നത്തെ കേരളം നമ്മുടെ രാജ്യത്തിന് മുന്നിലൊരു മാതൃകയാണ്. അതായത് വർഗീയ സംഘർഷങ്ങളില്ല, വർഗീയ കലാപങ്ങളില്ല. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായ ചിത്രം കേരളത്തിലുണ്ടായിരുന്നു. അതാണ് സഖാവ് AK ബാലൻ ഓർമ്മിപ്പിച്ചത് എന്നാണ് ഞാൻ കരുതുന്നത്. മുഖ്യമന്ത്രി പറയുന്നുണ്ടെങ്കിലും പ്രതിരോധിക്കുന്നുണ്ടെങ്കിലും കേരളത്തിലെ മന്ത്രിമാർ ഈ വിഷയത്തിൽ AK ബാലനെ പ്രതിരോധിക്കാൻ ഇടപെടാൻ ആഗ്രഹിക്കുന്നില്ല. മനസ്സിലായില്ല എന്ന് മന്ത്രി മുഹമ്മദ് റിയാസും അതൊക്കെ കഴിഞ്ഞു പോയില്ലേ എന്ന് പറഞ്ഞ് ഒഴിയുകയാണ് P രാജീവും. അദ്ദേഹം പറഞ്ഞത് യഥാർത്ഥത്തിൽ വസ്തുതയാണ്. എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല, ഞാനത് ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷെ പൊതുവേ ഞാൻ പറയാം, പൊതുവെ വികസനം ജനങ്ങളിലെത്തിക്കാനും പൊതുരാഷ്ട്രീയം പൊതുവെ നല്ല സംവാദത്തോടു കൂടി അവതരിപ്പിച്ച് മുന്നോട്ട് പോകാനാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. അതിപ്പോ എല്ലാം പറഞ്ഞു കഴിഞ്ഞാലേ നിങ്ങൾ ഇരുട്ടുമുറിയിലിരുന്ന് ബാക്കി അല്ല. ഇപ്പൊ നിങ്ങളുടെ പ്രശ്നം എന്താ? ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞ ഭാഗങ്ങളാണല്ലോ. ഞങ്ങളിപ്പോ ഈ തെരഞ്ഞെടുപ്പിലേക്ക് നല്ല രീതിയിൽ രാഷ്ട്രീയമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഹിന്ദു അപകടത്തിലാണെന്ന പൊളിറ്റിക്കൽ നറേറ്റീവ് നമ്മൾ കേൾക്കാറുണ്ട്. കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ഹിന്ദു സ്ത്രീകളുടെ കെട്ടുതാലി പൊട്ടിച്ച് മുസ്ലിങ്ങൾക്ക് കൊടുക്കുമെന്ന് പറഞ്ഞത് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ്. കോൺഗ്രസിനെ ജയിപ്പിച്ചാൽ നിങ്ങൾ ജയിപ്പിക്കുന്നത് പാകിസ്ഥാനെയാണെന്നും നമ്മൾ കേട്ടിട്ടുണ്ട്. ഇടതിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത വാക്കുകളാണ് AK ബാലൻ പറഞ്ഞത്. അതിനെയാണ് കേരളത്തിന്റെ മറുചിത്രമെന്ന് പറഞ്ഞ് അങ്ങ് ബാലൻസ് ചെയ്യാൻ മുഖ്യമന്ത്രി ശ്രമിക്കുന്നത്. പലസ്തീൻ റാലിയും പൗരത്വ സെമിനാറും മാത്രം നടത്തിയിട്ട് കാര്യമില്ല. സമാധാനത്തിൽ പോകുന്ന നാട്ടിൽ എന്തിനാണ് വെറുതെ സുവർണാവസരങ്ങൾ ഒരുക്കുന്നത്?